അങ്ങനെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ശബ്ദം കുറച്ചുകൂടെ ശക്തമായിട്ട് ഉണർന്നു വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ ശേഷം ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെ ഉടനെ തന്നെ ചെയ്തു നോക്കൂ. വേണ്ടാന്ന് പറഞ്ഞാൽ ചെയ്യാൻ ചെയ്തു നോക്കൂ. ആ കാര്യം സക്സസ് ആയി. കറക്റ്റ് അത് തന്നെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സക്സസ് ആയി എന്നർത്ഥം. സെക്കൻഡ് സ്റ്റെപ്പ്, ഒന്നാമത് നമ്മൾ ശ്രദ്ധയോടെ അത് കേൾക്കണം. രണ്ടാമത് അത് കേട്ട കാര്യത്തിന് ഉടനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. മൂന്നാമത് ഇത് കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ആദ്യം ഈ പ്രാക്ടീസ് നമ്മൾ ആരംഭിക്കണം കേട്ടോ. സിമ്പിൾ പ്രാക്ടീസാണ്. മാക്സിമം 3 മിനിറ്റൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യത്തിൽ നമ്മുടെ ശ്രദ്ധ കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ബൈ പ്രാക്ടീസ് 5 മിനിറ്റ്, 7 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ്, അപ് ടു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആവും, നിങ്ങളുടെ സിക്സ്ത് സെൻസ് ആക്റ്റീവ് ആവും, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം. പക്ഷേ ഈ പ്രാക്ടീസ്, അതുവരെയുള്ള സമയത്തെ പ്രാക്ടീസ്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം, ഞാൻ എനിക്ക് റെസ്പെക്റ്റ് കൊടുക്കാത്തിടത്തോളം ഈ ലോകത്ത് ആരും എനിക്ക് റെസ്പെക്റ്റ് തരില്ല. അത് സത്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം സ്വയം നമുക്ക് തന്നെ റെസ്പെക്റ്റ് കൊടുക്കണം. അതിനെങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തു നമുക്ക് മനസ്സിലാക്കുക. ഒരു കാര്യം, എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും അടുത്ത്, നമുക്കിത് അറിയാമെന്ന് പറഞ്ഞ് വേറൊരാളുടെ അടുത്തൊക്കെ പോയിട്ട് അതിനൊരു സൊല്യൂഷൻ തേടും.